ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കണവർക്ക് ബാക്ക് സൈഡ് സൗണ്ട് ഉണ്ട്, ഒരു അരമ്പൽ പോലൊരു സൗണ്ട് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ജനറലായിട്ട് സർവീസ് ചെയ്യുക, വാഷിംഗ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വൈബ്രേഷൻ സൗണ്ട് പോലെ തോന്നുന്നത് നമുക്ക് അതിൻ്റെ മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നൊക്കെ ജെർക്കിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു സൗണ്ടൊന്നും പ്രത്യേകിച്ച് വേറെ കാണുന്നുണ്ടായില്ല. നമുക്ക് സർവീസിന് വേണ്ടിയിട്ട് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. കമ്പനി ലൈനറൊക്കെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നിലവിൽ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അയച്ചാണ്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിൽ നോക്കാം. കൂടുതൽ മോശമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാം എയർ ഫിൽറ്റർ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് ക്ലച്ച് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും. അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. നമ്മൾ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ് സൈഡ് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, ഡാമേജ് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് യൂണിറ്റ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ തുരുമ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ തുരുമ്പിൻ്റെ പ്രസൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കത് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ ക്ലച്ച് ഔട്ടറിനകത്തൊക്കെ അത്യാവശ്യം ക്ലച്ചിൻ്റെ ആ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. ഓയിൽ ഏകദേശം ഒരുവിധം കളർ ചേഞ്ചിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കി വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ വേറെ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി 2023 ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.32 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.55 വരെ. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി വോൾട്ട് ഒരല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലോഡ് കൊടുക്കുമ്പോൾ വോൾട്ട് കുറവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഇവിടെ ഈ പ്ലേറ്റ് നോക്കുമ്പോൾ ചെറിയ സ്ഥലം പിടിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിവർമോ പിടിക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്കിങ് കാണിക്കണം അതിൻ്റെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചെറിയ മുട്ടത്തൊട്ടൊക്കെ കിട്ടുമ്പോൾ സാധാരണ രീതിയിൽ വരാറ്. ഇതിപ്പോൾ ഈ ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര സൈഡ് ഓക്കെയാണ്. ബാക്കിയത്തെ എല്ലാ ഭാഗവും പിടിക്കുന്നുണ്ട്, ഇത് എത്ര സൈഡ് പിടിക്കാണ്ടാണ് പോകുന്നത്. ചെറിയ അലൈൻമെൻറ്റ് വേരിയേഷൻ എന്തെങ്കിലും വരുമ്പോഴാണ് അങ്ങനെ സാധാരണ രീതിയിൽ പ്രോബ്ലം കാണിക്കാറ്. കാര്യമായിട്ട് മനസ്സിലാവണില്ല, ചെറുതായിട്ട് ലിവർമോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ വർക്കിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ഒക്കെ ഓക്കെയാണ്. ഫ്രണ്ട് ഫോർക്ക് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു, ടയർ കണ്ടീഷൻ നോക്കി ഓക്കെയാണ്. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിലാണ് പ്ലഗും മാറ്റി വിടേണ്ടത് കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ മാറ്റണ്ട, എയർ ഫിൽറ്റർ എപ്പോഴാണ് മാറ്റുന്ന ആ കൂട്ടത്തിൽ കൂടെ നമുക്കത് മാറ്റി കളയാം. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റായി കിട്ടിയത്. നമുക്ക് നിലവിൽ മാറ്റിയിട്ട് തന്നെ പാർട്സ് എന്ന് പറയാനായിട്ട് നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ വോൾട്ട് വാഷ് കുറഞ്ഞൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടാക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ, നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.